2013 നമ്മുടെ ഈ സീൻ ഇങ്ങനൊരു സംഭവം 2026 നടക്കും എന്ന് പറയുന്നത് നമ്മൾക്ക് ദൃശ്യത്തിൻ്റെ ഒക്കെ പേഴ്സണൽ ഫാനാണ്. നമ്മുടെ കൾച്ചറിനെ, മലയാളികളുടെ കൾച്ചറിനെ തന്നെ ബാധിച്ച, അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ പേരോ അല്ലെങ്കിൽ എല്ലാം സിനിമ തന്നെ മൊത്തത്തിൽ നമുക്കൊരു ബ്രാൻഡാണ്. ഒന്ന് ആലോചിച്ച് 1-ാം തീയതി പാട്രിയോട്ട്, 8-ാം തീയതി ദൃഢം, ഇത് കഴിഞ്ഞ് 14-ന് അതിരടി, 21-ന് ദൃശ്യം, അത് കഴിഞ്ഞ് കാട്ടാക്കാട്ടൊക്കെ പോയി. ഇതെന്താണ്? ഷൈൻ്റെ ചിരി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈലാണ്. ഇതിൽ ചെറിയ കുറച്ച് അടിയൊക്കെ റിയല് കൊണ്ടിട്ടുണ്ട്. ഓക്കെ, കഴുത്തിൽ പിടിച്ച് നിൽക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം പെയിൻ. എനിക്ക് സാധാരണ എല്ലാത്തിലും എന്തെങ്കിലും ബാഗേജ് ഉണ്ടാവുമല്ല. കഥാപാത്രത്തിന് ഇപ്പൊ മുമ്പ് കോവിഡിന് മുന്നേയുള്ള പടങ്ങളാണ് ഡാർക്ക് സോണിൽ എന്റെ കിടക്കുന്നത്. അപ്പൊ ആ പടങ്ങളിലെ എല്ലാത്തിലും അത്യാവശ്യം ഒരു ഡാർക്ക് എലമെന്റ് കയറി വരുമല്ലോ. അതിലൊന്നുമില്ല. ഇപ്പൊ നീ പറഞ്ഞ പോലെ ഈ ചോറിന്ന് ജീവിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം എന്താണ് ശരിക്കും ഒരു പടത്തിൽ സംഭവിക്കുന്നത്, ആ പടത്തിൽ എന്താണ് കുറവെന്നും ഇനി ആ പടത്തിന് ഇല്ലാത്ത കാര്യമാണോ പറയണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. ചില പടങ്ങളുണ്ട്, അതായത് അത് സംഭവിക്കാൻ വേണ്ടി എല്ലാം ഒഴുത്തിരിഞ്ഞു വരും എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു പടം ആയിരുന്നു ഭൂതകാലം. ഒരു വീഡിയോ, ആ വീഡിയോ എന്ന് പറയുന്നത് പ്രേതത്തിനെ കാണിക്കുന്നില്ല, പക്ഷെ നമുക്കതിനകത്തൊരു പേടി എന്തോ ഒരു നിലല്ല, എന്തോ ഒരു സാധനം. അതിപ്പോ എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയല്ല, ഒരു വേറൊരു നെഗറ്റീവ് വേറൊരു സാധനമാണത്. ഒരു വിഷമം വരുമ്പോൾ വിഷമിക്കുക തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളതിൽ നിന്ന് ഒളിച്ചോടരുതെന്നാണ്. അത് എന്തുകൊണ്ട് നമുക്ക് ആ വിഷമം വരുന്നു, എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മളത് സ്വയം വിലയിരുത്തണം. ചെയ്യാറുണ്ടോ? എന്തോ വീട്ടിൽ ഇങ്ങനെ ഇട്ടപ്പോൾ കൂടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടായിരുന്നു. ആർഡിക്സിന് മുന്നേ വരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതിന് മുമ്പ് നമ്മളൊരു 100 കോടി ഉണ്ടാക്കുന്ന പുലിമുരുകനായിരുന്നു. ഇപ്പം എന്നെ പോലത്തെ ഒരു ആക്ടറിന് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ കാണുന്ന ഒരു സീരീസിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ മൊത്തം പൈസ ആയിരിക്കും എൻ്റെ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ്. ദൃഢം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഷൈനികോ ആണെന്ന് റിപ്പോർട്ടർ ഫിലിംസിൽ നമ്മുടെ ഒപ്പം ഉള്ളത്. ഷൈൻ, വെൽക്കം. ഷൈൻ, എനിക്കിപ്പോൾ ആദ്യം ചോദിക്കാനുള്ളത്, ഷൈനോട് കണക്ട് ചെയ്ത് എൻ്റെ വളരെ ഒരു പേഴ്സണൽ മെമ്മറി എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഷൈനെ നോട്ട് ചെയ്യുന്നത് കെയർ ഓഫ് സൈറ ബാനു എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ എനിക്ക് പോലീസ് സ്റ്റേഷൻ സീന്, ഇയാൾ അമിച്ചക്കാലക്കലും ക്യാരക്ടറും തമ്മിൽ ഒരു അടിയുണ്ടായിട്ട് ഷൈൻ്റെ ക്യാരക്ടറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഈ പോലീസുകാരൻ ഷൈൻ്റെ ഡീറ്റെയിൽസ് എഴുതിയെടുക്കുന്നു. ഷൈൻ പറയുന്നു, എനിക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു കിട്ടിയാണ്, കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ലോക്കായി പോവും. അപ്പോൾ ആ ഒരു സീനെന്ന് പറയുന്നത് അയാൾക്ക് പെട്ടെന്നൊരു പേടി ഉണ്ടാകുന്നു, പിന്നീട് ഒരു ചെറിയൊരു ആങ്കർ ഉണ്ടാകുന്നു, ഈ അടി കിട്ടുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നു. ഞാൻ ഫസ്റ്റ് ഷൈനെ നോട്ട് ചെയ്യുന്നത് ആ ഒരു സീനാണ്. ഓക്കെ, ഈ ആക്ടർ കൊള്ളാം, ആരാണ് ഇയാൾ, ഇത് കൊള്ളാലോ എന്ന് പറയുന്നത് ഷൈനെ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നവരാണ്. ആ ഒരു സീനും ആ ഒരു സിനിമയും എത്രത്തോളം ഒരു സ്പെഷ്യലാണ്? സൈറ ബാനു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മൂവി തന്നെയാണ്. കാര്യം കിസ്മത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുന്നതിന് മുന്നെയാണ് എൻ്റെ അടുത്ത് ആൻ്റണി ചേട്ടൻ ഇങ്ങനൊരു പറയുന്നത്. എന്ന് വെച്ചാൽ അന്ന് നമ്മൾ മറ്റേ ഒരു നോട്ടബിൾ അല്ലെങ്കിൽ നമ്മളൊരു മെയിൻ ക്യാരക്ടറൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് അന്ന് ചെയ്തിട്ടുള്ളൂ. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ടൈമിലാണ് എന്നെ ആൻ്റണി ചേട്ടൻ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. വെച്ച് കഴിഞ്ഞാൽ മഞ്ജു ചേച്ചിനായിട്ടുള്ളൊരു ഒരു രസമുള്ളൊരു സിനിമയാണ്. അതിപ്പോൾ ഈവൻ ടി വിയിൽ വരുമ്പോഴും എല്ലാവരും പറയും, പ്രത്യേകിച്ച് ഫാമിലിക്ക് ഭയങ്കര വർക്കായിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ ആ ഒരു പോലീസ് സ്റ്റേഷൻ സീൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീനാണല്ലോ. ഇപ്പം പെർഫോമൻസ് വൈസ് ഭയങ്കര രീതിയിൽ എലിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സീനാണ്. ഷെയ്ൻ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു സീനും കൂടെയാണ് അത്. ആ ഒരു സീനിൻ്റെ ഒരു സ്റ്റേജിങ്ങും കാര്യങ്ങളും ഓർമ്മകളൊക്കെ എങ്ങനെയാണത്? ഉണ്ട്, ഓർമ്മയുണ്ട്. മറ്റേ സുജിത്തേട്ടനായിരുന്നല്ലോ പോലീസ്, അല്ലേ? നമ്മുടെ മഹേഷിൻ്റെ അല്ലേ, പുള്ളിയായിരുന്നില്ലേ? അതല്ല, സുജിത് ശങ്കർ. സുജിത്തേട്ടനെയും എനിക്ക് നേരത്തെ പരിചയമുണ്ട്. എന്താ പറയുക, അപ്പോൾ എന്നെ അടിക്കണം, മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അടിക്കാൻ പുള്ളിക്ക് പേടി. അതായത് ഞാൻ പറഞ്ഞ അടിച്ചോ കൊണ്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ അത് ഭയങ്കര ഹെസിറ്റേറ്റ് ചെയ്ത് അടിക്കുന്നത്. പുള്ളി ഇച്ചിരി ഒരു സാധു ടൈപ്പ് മനുഷ്യനൊക്കെ മറ്റേ വില്ലൻ അല്ലല്ല. അപ്പോൾ അയ്യോ ഇത് കൊള്ളൂലേ എന്നൊക്കെയുള്ള സാധനമൊക്കെയാണ്. പക്ഷേ അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ.
ഇപ്പം ഷെയ്നിൻ്റെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലെ സിനിമകൾ ഷെയ്ന് കിട്ടിക്കുന്ന ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീര സ്റ്റാർട്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രായത്തിലുള്ള മറ്റ് കണ്ടംപററി ആക്ടേഴ്സിനെ നോക്കുന്നതിനേക്കാളും ഭയങ്കര പൊളിറ്റിക്കലി ഭയങ്കര സൗണ്ടായിട്ട് നിൽക്കുന്ന സിനിമകളാണ്, സോഷ്യലി റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന സിനിമകളാണ്. ഇപ്പോൾ കിസ്മത്ത് ആയിക്കോട്ടെ, ഈട, കുമ്പളങ്ങി നൈറ്റ്സ്, ഇഷ്ക് പോലുള്ള അതിഗംഭീര സിനിമകളാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഇത്തരം ഭയങ്കര ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നു, അത് പെർഫോം ചെയ്യുന്നു, അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു. അതെങ്ങനെയാണ് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു തുടക്കകാലത്ത്? തുടക്കകാലത്ത് നമ്മളിലേക്ക് തേടി എത്തുന്ന സിനിമകളാണ്. നമ്മൾ സെലക്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കിസ്മത്ത് നമ്മൾ സെലക്ട് ചെയ്തെന്നുള്ളതല്ല, നമ്മളെ സെലക്ട് ചെയ്ത പടമാണ്. പിന്നീട് ഇപ്പം ഈവൻ പിന്നീട് ആ ടീമിൽ നമ്മൾ ചെയ്ത പടങ്ങളാണ്. ഈടയാണെങ്കിലും നമ്മൾ ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഇതിലാണ്. ഇപ്പം കുമ്പളങ്ങി ആണെങ്കിലും ദിലീഷ് ഏട്ടൻ, ശ്യാമേട്ടൻ, മധുചേട്ടൻ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ചെയ്ത അങ്ങനത്തെ പടങ്ങളാണ്. ഇഷ്ക് ഒരു സെലക്ഷനാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ട് നമുക്ക് വർക്കായി നമ്മൾ ചെയ്ത പോലത്തെ ഒരു പടമാണ്. അതാ ഇപ്പോൾ എന്താ പറയാ, ഏതൊരു ആക്ടർ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ആക്ടർ വരുന്ന സമയത്ത്, ഒരു യൂത്ത് ആക്ടർ വരുന്ന സമയത്ത് ഇപ്പം ഒരു മാസ് ആക്ഷൻ പടം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പടം, ഒരു കളർഫുൾ പടം ആയിരിക്കുമല്ലോ പെട്ടെന്ന് ഒരു ഈസി വേ. ഇപ്പോൾ ഷെയ്ൻ കുറച്ചുകൂടെ ഒരു എന്താണ് പറയുന്നത്, ഒരു എന്താണ് പറയുന്നത്, ഒരു ഹാർഡ് വേ ആണ്. പക്ഷേ ഷെയ്ൻ അതിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ, ആ ഒരു സെലക്ഷൻ്റെ അപ്പുറത്തേക്ക് അന്ന് എന്നെ തേടി എത്തിയതും അന്ന് എനിക്ക് നമ്മൾ ചിലതുണ്ടല്ലോ, നമ്മളൊരു കാന്തം പോലെയാന്ന് പറയുമല്ലോ ചില ഞാൻ കുറച്ച് നമ്മുടെ മൈൻഡ് വൈസ് നമുക്ക് അത്തരം സിനിമകളിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു. അതായത് ഇച്ചിരി ഡെപ്തുള്ള പരിപാടികൾ പറയാനും, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിനിമകൾ ആ രീതിയിൽ. അതെനിക്ക് തോന്നുന്നു അന്നത് അത്യാവശ്യം റെലവൻറ്റ് സീനായിരുന്നു. കാര്യം അന്ന് അത്തരം സിനിമകൾക്കും, കാര്യം നമ്മൾ അന്ന് വരെ കണ്ടിരുന്ന രീതികളായിരുന്നില്ല. നമ്മൾ പിന്നീട് ഇപ്പോൾ പറവ അങ്ങനത്തെ ഉള്ള പടങ്ങൾ വരുമ്പോൾ വേറൊരു സ്വഭാവം പിന്നീട് മലയാള സിനിമയ്ക്ക് ഇത്തരം സിനിമകൾ കൊടുത്തിട്ടുണ്ട്. അതായത് റിയലിസ്റ്റിക്കിനെ കൊമേഴ്ഷ്യലാക്കി. പണ്ട് ഇത്തരം പടങ്ങൾ FKയിൽ ഒതുങ്ങിപ്പോയപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് സാധനത്തിലേക്ക് മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്, എനിക്കറിയില്ല. ദൃശ്യം 1 വരുന്ന സമയത്ത് 2013 ഷെയ്ൻ സിനിമയിലേക്ക് വരികയാണ്, ചെറിയ റോളുകളൊക്കെ ചെയ്യുന്നു. അത്ര റോളൊക്കെ ചെയ്യുന്ന സമയത്ത് 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, സിനിമയിലേക്ക് വരുന്നൊരു സമയമാണ്. ഇന്ന് ദൃശ്യം 3 ഇറങ്ങുന്ന ഒരു പോയിന്റിൽ ഷെയ്ൻ്റെ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങുന്നു, അതും ഒരു ത്രില്ലർ സിനിമ, ഇത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നു, ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു. ഈ ഒരു ജേണി ഉണ്ടല്ലോ, ഒരു 10-16 കൊല്ലത്തെ ഒരു ജേണി ഉണ്ടല്ലോ, ഈ ദൃശ്യം കണക്റ്റിന് വെച്ചിട്ട് എങ്ങനെയാണ് ഷെയ്ന് തോന്നുന്നത്? പക്ഷെ അത് വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. നമ്മൾ കാര്യം 2013 നമ്മുടെ ഈ സീൻ, ഇങ്ങനെ ഒരു സംഭവം 2026 നടക്കും എന്ന് പറയുന്നത് നമ്മൾക്ക് പക്ഷെ അത് നമ്മൾ പോലും കാണാത്ത അല്ലേ ഒരു കാഴ്ചപ്പാടിലാണ് ആ ബ്ലെസ്സിങ് കിടക്കണേ എന്നുള്ളതാണ്. പക്ഷേ ഭയങ്കര സന്തോഷമാണ്. ജിത്തു സാറിൻ്റെ പടങ്ങളുടെയും ഇപ്പോൾ ദൃശ്യത്തിൻ്റെയൊക്കെ പേഴ്സണൽ ഫാനാണ്. നമ്മുടെ കൾച്ചറിനെ, മലയാളികളുടെ കൾച്ചറിനെ തന്നെ ബാധിച്ച, അല്ലെങ്കിൽ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ പേരോ അല്ലെങ്കിൽ എല്ലാം സിനിമ തന്നെ മൊത്തത്തിൽ നമുക്കൊരു ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ജിത്തു സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഇപ്പം ഓക്കെ, വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യം 3 ഇറങ്ങുകയാണ് 2 ആഴ്ച കഴിയുമ്പോൾ, അതിനൊപ്പമാണ് ദൃഢം ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ സിനിമയുടെ ഒപ്പം വരുമ്പോൾ ഉണ്ടായിരുന്നതിൽ ഏതെങ്കിലും ഒരു ടെൻഷനോ പേടിയൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ ഒന്ന് ആലോചിച്ചു, 1-ാം തീയതി പാട്രിയോട്ട്, 8-ാം തീയതി ദൃഢം, ഇത് കഴിഞ്ഞ് 14-ന് അതിരടി, 21-ന് ദൃശ്യം, അത് കഴിഞ്ഞ് കാട്ടൊക്കെ പോയി. ഞാൻ ഇതെന്താണ്, വേറെ ഡേറ്റ് ഇല്ല. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുന്നേ തീർന്ന, പക്ഷെ അന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർന്നിട്ടുണ്ടായില്ല. നമുക്ക് ഇതിന് മുന്നേ ഒക്കെ ഡേറ്റ് ഉണ്ടായി, പക്ഷെ അന്ന് ഫുൾ പ്രോഡക്റ്റ് തീർന്നിട്ടുണ്ടായില്ല, കംപ്ലീറ്റ് ആയില്ല. ഏതെങ്കിലും സമയത്ത് അതൊരു ഭയങ്കര കൺസേൺ ആയിട്ട് മാറാറുണ്ടോ? അപ്പം ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഒരു നല്ല സിനിമയാണെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ചില സിനിമകൾക്ക് ഒരു റിലീസ് ഡേറ്റ് നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അത് എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പം നമ്മുടെ ബൾട്ടി എടുത്ത് നോക്കിയാൽ നമ്മൾ ഓണത്തിന് അനൗൺസ് ചെയ്ത പടം, നമ്മൾ ഓണം എന്ന് പറഞ്ഞ് തന്നെ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് വന്നിട്ട് അവസാനത്തെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എഡിറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരണമെന്ന് പ്രൊഡക്ഷൻ്റെ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടാണ് ആ ഡേറ്റ് നമ്മൾ മാറുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓണത്തിന് ഓൾറെഡി നമ്മളൊരു ശരാശരി മലയാളി എല്ലാം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഏകദേശം ട്രെയിനായി നിൽക്കുന്ന ടൈമിലാണ് അധികം ദിവസങ്ങളില്ലാണ്ട് 26-ാം തീയതി നമ്മുടെ പടം വരുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞ അതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു പരിപാടി ചിലപ്പോൾ നമ്മൾ ഓണത്തിനായിരുന്നെങ്കിൽ നടന്നേനെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം അത് അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ പടമാണ്, എനർജി ഉള്ളൊരു അങ്ങനത്തെ ഫെസ്റ്റിവൽ എനർജി അല്ലെങ്കിൽ ഒരു അടിപ്പടമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ
തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് ആ ഓണത്തിന് തന്നെ എങ്ങനെയും ചെയ്യാമായിരുന്നു എന്നൊക്കെ. അത് പിന്നീട് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷനും തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില സമയത്ത് സംഭവിക്കുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മഴ പെയ്യണ നിർത്താൻ പറ്റുമോ? അത് ദൈവത്തിനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, പ്രകൃതിക്കല്ലേ പറ്റുള്ളൂ. അതുപോലെ പ്രകൃതി തീരുമാനിച്ചാൽ എന്ത് ചെയ്യാനാ? ചില സിനിമകൾക്കൊരു നിയോഗമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് കടന്നു പോയേ പറ്റൂ. ഷെയ്ൻ്റെ ചിരി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്മൈലാണ്. ഈ വിജയ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇയാളും ഭയങ്കര ഇന്നസെൻ്റ് ആണ്. ഇയാൾ ആദ്യമായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്ന പോലെ ഇയാൾക്കൊരു ഭയങ്കര ഒരു പേടിയുണ്ട്. ഇവിടെ എന്താണ് ചുറ്റുപാടും മനസ്സിലാക്കി എടുക്കണം, പോലീസുകാരൻ മനസ്സിലാക്കി എടുക്കണം, പോലീസുകാരനാവണം, ഡിസിഷൻ മേക്കിംഗ് ആവണം. SI ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ ചാർജും കൂടെ ഇയാൾക്ക് വരികയാണ്. അപ്പം ഈ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന സമയത്തും ഷെയ്ൻ്റെ ഒരു പേഴ്സണൽ ഇതായിട്ടും കൂടെ കണക്ട് ആയോ? അതായത് സിനിമയിൽ വരുന്ന സമയത്തുള്ള ഒരു എന്താണ് പറയുന്നത്, ആ ഒരു സമയത്തെ രീതി കണക്ട് ആയോ അത് ചെയ്യുന്നത്? ഒരു പരിധി വരെ എന്ന് പറയാം. പിന്നെ ആ ടൈമിൽ നമ്മൾ അത്രയും നമ്മൾ വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ കെയർ ഓഫ് റഹ്മാനും നമ്മുടെ വേറൊരു ടീമിലുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ കിസ്മത്ത്, ഈട, ഇപ്പോൾ പറവ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ട, സുഹൃത്ത് വലയം എന്നുള്ളതല്ല, നമുക്ക് കുറച്ച് അധികം കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെ. ഇപ്പം രാജീവ് സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തല്ല, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന ഇപ്പൊ അന്യ റസൂല് നമുക്ക് ചെയ്തപ്പോൾ പോലെ നമുക്ക് അറിയാവുന്ന ഒരു ബന്ധമുണ്ട്. ഇപ്പൊ അവരുടെ ക്രൂവിലോടും ഉണ്ട്. അപ്പൊ നമുക്ക് ആ സെറ്റ് കുറച്ച് കംഫർട്ടബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ഒരു പേടി എനിക്ക് ഫസ്റ്റ് പിന്നീട് അങ്ങനെ വന്നിട്ടില്ല. പിന്നീട് നമ്മളൊരു മെയിൻ സ്ട്രീം വേറൊരു കൊമേഴ്ഷ്യൽ കാറ്റഗറി സിനിമകളിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഒരു വേറൊരു ലോകം അതിനകത്തുണ്ടല്ലോ അപ്പോഴാണ് എനിക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ വേറൊരു പരിപാടിയൊക്കെ മനസ്സിലാവുന്നത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ആദ്യം വന്ന ഈ ഷെയ്ൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ വിജയ് രാധാകൃഷ്ണൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇയാളുടെയൊക്കെ ഒരു പിന്നെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാണ്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, എന്ത് പറയുന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് അതൊക്കെ കുറച്ച് റിലേറ്റബിൾ സീനായിരുന്നു തുടക്കത്തിൽ. ഇത് കാര്യം നമുക്കിത് അറിയാം ഇത് ശരിയല്ല എന്ന്, പക്ഷെ ഇത് എനിക്ക് തെളിയിക്കാനും പറ്റുന്നില്ല എന്ന് പറയണ ഒരു എതിർക്കാനും പറ്റുന്നില്ല. കാരണം നമ്മൾ പറയാം നമുക്ക് പവർ ഇല്ല എന്ന് പറയുന്ന സാധനമില്ലേ, ആ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വിജയുടെ ക്യാരക്ടറിലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു. ഇപ്പം കൊറോണ പേപ്പേഴ്സിലും പോലീസ് ക്യാരക്ടറാണ്, അതിലും കുറച്ചൊന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിലേക്ക് വരുമ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഈ സോഫ്റ്റ് പോലീസ് ക്യാരക്ടേഴ്സ് വരുന്നത് ഷെയ്നിലേക്ക്. പോലീസ് ക്യാരക്ടർ എന്നുള്ളത് വിട്ടാ ഇപ്പൊ RDX റോബർട്ട് ഒരു സോഫ്റ്റ് ക്യാരക്ടർ അല്ല, എന്നായാലും സോഫ്റ്റ് ആണെന്നാണ്. അപ്പൊ ഇപ്പൊ ബൾട്ടിയിൽ ഉദയന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അയാൾ സോഫ്റ്റ് ആണെന്ന് വെച്ചാൽ വേണ്ട, ഇപ്പൊ റൊമാൻസ് ഏരിയയിൽ മാത്രം സോഫ്റ്റ് ആവുന്നുള്ളൂ, ബാക്കി അയാൾ മറ്റേ വേറൊരു റോ പരിപാടിയാണ്. നമുക്ക് അങ്ങനെ എനിക്ക് രണ്ട് പരിപാടിയും ബാലൻസ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. ഇപ്പൊ ക്യാരക്ടർ അനുസരിച്ച് മാറണം എന്നുള്ളതാണ്. ഇപ്പോൾ വിജയ് രാധാകൃഷ്ണൻ അവസാനത്തേക്ക് പടത്തോട് എടുക്കുമ്പോഴത്തേക്കും അയാളുടെ എക്സ്ട്രീം വയലന്റ് അവസ്ഥയിലോട്ട് പുള്ളി പോകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലതാണെന്നുള്ളൊരു ചിന്തയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൊലപാതകം സംഭവിക്കുന്ന ഒരു മൊമെൻറ്റ്, ഈ ബോഡി കണ്ടെത്തുന്ന ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ ഞാൻ നോട്ടീസ് ഒരു കാര്യം, ഈ ക്യാരക്ടർ അതായത് ഷെയ്ൻ്റെ ക്യാരക്ടറിൻ്റെ POV ഈ ബോഡി അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് പറയുന്നത് ഷെയ്നിലേക്കാണ് കംപ്ലീറ്റ് ഫോക്കസും പോകുന്നത്, ആ സറൗണ്ടിങ്ങിലേക്കോ ആദ്യം ബോഡിയിലേക്കോ അല്ല, ഷെയ്നെ ഫോക്കസ് ചെയ്ത് പിന്നെയാണ് ആ ബോഡിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് ഇയാൾ ആദ്യം ഇവിടെ വരുന്നു, ഫസ്റ്റ് ബോഡി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബോഡി കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇയാൾക്കൊരു പേടിയുണ്ട്, ഇയാൾക്ക് മണം എല്ലാം ഈ ക്രൈം സീൻ തന്നെ ആദ്യമായിട്ടായിരിക്കുമല്ലോ ചിലപ്പോ. ആ ഒരു സാധനമാണ്. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു അതായത് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ വിജയുടെ കാര്യത്തിൽ അതെങ്ങനെയാണ് ചെയ്തത്? എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഉണ്ട് അതിൻ്റെ മീറ്ററും കാര്യങ്ങളും, എവിടെ നിന്നാണ് പൊങ്ങുന്നത്, എവിടെ നിന്നാണ് ഈ ക്യാരക്ടറിൻ്റെ ചേഞ്ച് ഓവർ വരുന്നത്, എവിടെ നിന്നാണ് പുള്ളി ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും പുള്ളിക്കാരന് ഒരു അന്തവും ഇല്ലാണ്ട് പോവാന്ന് പറയുന്നത്, എന്താണെന്ന് മനസ്സിലാവുന്നില്ലാത്തൊരു അവസ്ഥ. എന്നാ പുള്ളിക്ക് അറിയാം ഇത് ഇങ്ങനെയല്ല, ഇതിനകത്ത് വേറെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിനകത്ത് കിടക്കണ്ടെന്ന് പുള്ളിക്ക് അറിയാം, പക്ഷെ പുള്ളിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാ പുള്ളിക്കാരൻ ഇതിനു മുമ്പ് പറയുന്നത് ഇപ്പൊ പടം കണ്ടൊരാൾക്ക് മനസ്സിലാവും, പറയുന്ന എല്ലാ സീനിലും ഇനി സിനിമ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു, ഇയാളുടെ ചിന്തയൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ അത് പല കാര്യങ്ങൾ കൊണ്ട് അത് ഒത്തില്ല എന്ന് പറയുന്നത്.
ഇപ്പം ഇയാളുടെ കാര്യം പറയുമ്പോൾ തന്നെ സോഫ്റ്റാണ്, ആൾ സോഫ്റ്റാണ്, ഈ പറയുന്ന പോലെ ഇന്നസെൻ്റ് ആണെങ്കിൽ പോലും നീ എന്നെ എന്ത് കളയോടാ എന്നൊക്കെ ചോദിക്കണം, പെട്ടെന്ന് ഇയാൾ മാറുന്നുണ്ട്. ഇയാളുടെ ഉള്ളിൽ എന്തോ ഒരു ഉള്ളിൽ സാധനമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇത്. അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് അവസാനം ഒന്നും വരില്ല. അതെ, പുള്ളിക്ക് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ പൈസ മേടിച്ചിട്ടല്ലേ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ പെട്ടെന്ന് ദേഷ്യം വരാണ്. പുള്ളിക്കാരൻ തന്നെ അയ്യോ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു സാധനമാണ് പുള്ളിക്ക്. കാര്യം അത് പാടില്ല എന്നുള്ള പുള്ളിക്കറിയാം. എന്നാ അപ്പൊ ഒരു യങ്ങിന്റെ ചോരത്തലപ്പ് ചെറുതായിട്ട് ഉള്ളിലുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്, ആ ഒരു പെർഫോമൻസിന്റെ മീറ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭയങ്കര ക്യുക്കാണല്ലോ ഇയാള്. ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറണം, ഒരു സമയത്ത് ഇയാളുടെ ഉള്ളിലെ ഇത് കൊണ്ടുവരികയും ചെയ്യണം. ഈ ചില ക്യാരക്ടർ, ഇപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ദൃശ്യം 3യുടെ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ജോർജ് കുട്ടിയെ ഇതുവരെയായിട്ടും പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, എന്താണ് ആ ക്യാരക്ടർ ഇപ്പോഴും പുള്ളിക്ക് പിടിയിട്ടിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞു. അപ്പോൾ ചില ക്യാരക്ടേഴ്സ് ഇതുണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ എത്ര ഇൻറ്റൻസ് ആയിട്ട് പ്ലേ ചെയ്താലും അല്ലെങ്കിൽ എത്ര ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടിയാലും ഈ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അത്തരം ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ ഷെയ്ൻ? അപ്പം ദൃഢത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെ ഒരു മിസ്റ്റീരിയസ് സ്വഭാവമുള്ള ക്യാരക്ടർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന റിലേറ്റബിൾ ആയി നിൽക്കുന്ന സ്പേസിലല്ലേ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് അവർക്ക് മനസ്സിലാവും ഇയാൾ എന്തിലൂടെ കടന്നു പോണേ. അത് പെയിനാണല്ലോ കൂടുതലും ഞാൻ കാണിച്ചത്. അത് നമുക്ക് ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എത്രയൊക്കെ ആൾക്കാര് സന്തോഷമാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സാധനം പെയിന്റ് ഒരു എലമെന്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും ഈ കഥാപാത്രങ്ങളെ കണക്ട് ആവും. അങ്ങനെ ഒരു മിസ്റ്ററി പരിപാടി അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല. നമുക്ക് ഇതിനടുത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് സ്പോയിലർ ഇല്ലാതെ തന്നെ നമുക്ക് സംസാരിക്കാം. സ്പോയിലർ ഇല്ലാതെ സംസാരിക്കേണ്ടി വരും. അതെ, കാരണം സിനിമയുടെ ഒരു മൊത്തം വെയിറ്റ് നിൽക്കുന്ന ഒരു പോയിന്റ് ആണത്. എന്തിനു അത്രയും നേരം നിങ്ങൾ കണ്ടു എന്നുള്ളതല്ല ക്ലൈമാക്സും ഉണ്ട്. പല പോയിന്റിലും ചില ഡയറക്ടർ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകന് തോന്നുന്നു ഇത് എന്തിനാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഒരു കൃത്യം ജസ്റ്റിഫിക്കേഷൻ അവിടെ പോയിന്റിലുണ്ട്. നമ്മൾ ഈ പടം കഴിഞ്ഞിറങ്ങുമ്പോഴേ നമ്മളിത് തിരിച്ചാലോചിച്ച് നോക്കുമ്പോഴാണ് പറഞ്ഞത് ഓക്കെ ഇതിനാണ് ഈ സാധനം ഇവിടെ പറഞ്ഞത് എന്ന്. ഇപ്പോൾ ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഫൈറ്റാണ്. നമ്മൾ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. എടുത്ത് അടിക്കുന്നു, എറിയുന്നു, അമ്മാരുള്ളത് ഒരുപാട് കൊള്ളുന്നു. കാണാൻ നമുക്ക് തന്നെ ഒരു പെയിൻ. അതേസമയം ഇയാളിലുണ്ടാകുന്ന ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ഒരു ഫ്രസ്ട്രേഷനും ഒരു സാഡ്നെസ്സും ഒരു എന്താണ് ഹെൽപ്ലെസ്നെസ്സും എല്ലാം ഉണ്ടായി ഇമോഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. ഈ ആക്ഷനും ബാലൻസ് ചെയ്യണം, ഇമോഷണൽ ബാലൻസും ബാലൻസ് ചെയ്യണം. ഇതെങ്ങനെയാണ് ഷെയ്ൻ കൊണ്ടുപോയത്? അല്ല, ആ കഥാപാത്രത്തിന്റെ അവസ്ഥ തന്നെ ആലോചിച്ചാൽ മതി എന്നുള്ളതാണ് കാര്യം. അയാള് ഇതില് ചെറിയ കുറച്ച് അടിയൊക്കെ റിയല് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഈ പറഞ്ഞ കഴുത്തിൽ പിടിച്ച് നിൽക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം പെയിൻ അനുഭവിക്കപ്പെട്ടതായിട്ട് തോന്നി ഇവര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പക്ഷേ കോൺഷ്യസ് അല്ല ആ സമയത്ത്. നമുക്കിത് ഒരു അവസ്ഥയാണല്ലോ, ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ അത് ആ സീനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അധികം ഒന്നും പറയാനും പറ്റാത്ത ആ ഒരു സീൻ്റെ കോറിയോഗ്രഫി ഇല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര വയലന്റ് ആണ്, അതേസമയം റിയലിസ്റ്റിക്കുമായിട്ട് നിൽക്കണം. ഇത് ഒട്ടും ഓവർ ദ ടോപ്പ് സിനിമാറ്റിക് ആകാൻ പോകില്ല, കാരണം സിനിമയുടെ അത്രയും ഉള്ളൊരു മൂഡ് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫും ഇത് ചെയ്യുന്ന ഒരു മൊമെന്റും ഇതെങ്ങനെയായിരുന്നു? പക്ഷെ അത് ഗംഭീരമായിട്ട് മാർട്ടിൻ കൈകാര്യം ചെയ്തു എന്നുള്ളത് അത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുക്കണം. കാര്യം അത് ഇപ്പം ഉറപ്പായിട്ടും ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫർ, എല്ലാ ഫൈറ്റ് കൊറിയോഗ്രാഫേഴ്സും അത്യാവശ്യം നല്ലതാണ്. മഹേഷ് മാത്യു എന്ന് പറഞ്ഞ ഫൈറ്റ് കൊറിയോഗ്രാഫറാണ്. നമ്മുടെ കുറച്ച് വലിയ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരോട് ഈ കഥയും ഈ സിനിമയുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇവിടെ ഒരു സാധനം ഇച്ചിരി ഓവർ ദ ടോപ്പ് ആയി ഇത്ര നേരം കണ്ട സിനിമയും വർക്കാവൂല, മൂഡ് മാറും. അപ്പം അതിനെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ചെയ്തത് എനിക്ക് തോന്നുന്നു മാർട്ടിനാണ്. പിന്നെ അത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലായി ഫൈറ്റ് കൊറിയോഗ്രാഫറിന് എന്താണ് ഈ സിനിമയുടെ മൂഡ് ഇത്രയും നേരം മെയിൻറ്റെയിൻ ചെയ്ത്. അതുകൊണ്ടാണ് ആ സാധനം ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ ഈവൻ നമ്മൾ കാണുമ്പോൾ പറയുന്നത്. അവസാനത്തെ ഫൈറ്റിന് ഭയങ്കര ഒരു സാധനം പറയുന്നുണ്ട്. ഈ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നത് ഷെയ്ൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണല്ലോ. ഇപ്പോൾ പറവയിൽ നോക്കിയാലും ഈടയിൽ നോക്കിയാലും ദൃഢത്തിൽ നോക്കിയാലും ഒരു ഭയങ്കര ഒരു റിഗ്രസ് ആയിട്ടുള്ള ഇത് കിടന്ന് മറിയുന്ന അമ്മമാരുള്ള ഫൈറ്റുകൾ ഷെയ്ൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണല്ലോ. അപ്പോൾ അതെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫൈറ്റ്? അല്ല, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ സിനിമയുടെ ഒരു തിയേറ്ററിക്കൽ വാല്യൂ എന്നും കൂടെ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം അത് സൈക്കോളജിക്കലി മാത്രം ഒതുങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഒരു തിയേറ്ററിക്കൽ ഹൈ തരാൻ പറ്റുമോ എന്ന് ഡൗട്ടുണ്ട്. അത് എനിക്ക്
നമുക്കൊരു എനർജി വേണമെന്ന് ഇന്ന് യൂത്തിന്. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ മൊത്തം പടത്തിന് നമുക്കത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതല്ല ഞാൻ പറയണത്. അത് ഈ സിനിമ ഈ സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇവിടെ നമുക്ക് മറ്റേ ഒരുപാട് ഒരു ഡൈനാമിക്സ് സ്ക്രീനിൽ ഒരുപാട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിങ്ങനെ പതുക്കെ കയറുള്ളൂ. അങ്ങനെ ഈ സിനിമ പറയാനും പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു മൂഡ് പടമാണ്. പക്ഷെ എന്നാൽ നമ്മൾക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫൈഡ് തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. യൂത്തിന് വേണം, എനർജി വേണം. അതിപ്പോൾ ഈവൻ ഫൈറ്റ് കൊണ്ടാവാം, ഡാൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ കോമിക് രംഗങ്ങൾ കൊണ്ടാവാം, എന്തെങ്കിലും ഒരു സസ്പെൻസിലെ കിക്ക് കൊണ്ടാവാം. ഹൈ എനർജിയിലാണ് ഇന്ന് നമ്മുടെ പിള്ളേർ വർക്ക് ചെയ്യണത്. ജെൻസി നമ്മുടെ യൂത്ത് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം ഹൈ ഫംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ റേഞ്ചിൽ കിട്ടുന്ന പടങ്ങളാണ് അവർക്ക് റീല് കാണുന്ന ഓഡിയൻസ് ഭയങ്കര ഡൈനാമിക്കൽ. ഈ പരിപാടി മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അവരെ പിടിച്ചിരുത്താൻ. അയ്യോ, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗുഡുമാണ്. അത്യാവശ്യം അങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ നമുക്ക് കിട്ടും. നമുക്ക് അത്യാവശ്യം ആൾക്കാരെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ്, നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഒരു 5 മിനിറ്റ്സിലും സംതിങ് ഹൈ ഹാപ്പനിങ് ഒക്കെ പരിപാടികൾ ഇങ്ങനെ കഥയിൽ ത്രൂ ഔട്ട് വേണം. ഇപ്പം നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ഒരു സിനിമ കണ്ട അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ കണ്ട സമയത്ത് സിനിമ കണ്ടു തീർന്നതിന് ശേഷം ഈ ക്യാരക്ടറിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കണം. അപ്പോൾ എനിക്ക് ദൃഢം കണ്ടതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തോന്നി ഇയാൾക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക. അത് ഇയാൾക്കൊരു വിശ്വാസക്കുറവുണ്ടാവും, മൊത്തത്തിൽ ഇയാൾക്കൊരു പേടി ഉണ്ടാവും, ഇയാൾക്കൊരു മൊത്തത്തിൽ ഒരു കൈൻഡ് ഓഫ് ട്രോമ ഇയാൾക്ക് എന്തായാലും അവിടെ ബാക്കി ഉണ്ടായിരിക്കും. അയാൾ ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന പരുക്കം വേറൊരു പോലീസായി മാറും. അതെ, അയാൾ ഒരു ഒട്ടും ഭയങ്കര എന്താ പറയുക ഇൻസെൻസിറ്റീവായ, ആരും ഇതാവാത്ത, വിശ്വസിക്കാത്ത ഒരു മനുഷ്യനായി മാറും എന്നുള്ളതാണ് അതിന്റെ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്ന വിഷയങ്ങളാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് ഉറപ്പായിട്ടും അയാൾ മാറും. അയാൾ ഇപ്പം നമ്മൾ ഈ കണ്ട ആദ്യത്തെ ചേട്ടാ ഈ സാധനം ആയിരിക്കില്ല, പുള്ളിയുടെ ഗെയിമേ മാറിപ്പോ പുള്ളി മറ്റേ വേറെ ആറ്റിറ്റ്യൂഡിലോട്ട് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നീ കൂടെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അങ്ങനെ ഒരാളായിട്ട് ചിലപ്പോൾ മാറും. അതായത് ഒന്നിനെയും വകവെക്കാത്തൊരു മനുഷ്യനായിട്ട് മാറും. കണ്ണിച്ചോറില്ലാത്ത ചിലപ്പോൾ പോലീസായി മാറാൻ സാധ്യതയുണ്ട്. വെച്ചാൽ ഈ ക്രൈം ത്രില്ലറുകളുടെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാലങ്ങളായിട്ട് ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഒരു ഹീറോസിൻ്റെ കാര്യത്തിൽ ഈ എന്താണ് ഒരു ട്രോമയുള്ളൊരു നായകൻ, ഒരു ഹൈ റേഞ്ച് സെറ്റപ്പ്, എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല, ഫ്രഷാണ്, തുറന്ന പുസ്തകമാണ്, എന്തും എഴുതാന്ന് പറഞ്ഞു വന്നേക്കാം. അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ കാര്യത്തിൽ. ഫസ്റ്റ് തന്നെ ഇയാൾ ഭയങ്കര ഹാപ്പിയാണ്, ഇയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫാമിലി സൈഡും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു കുഴപ്പമില്ല. അത് ഷെയ്ൻ അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. എനിക്ക് സാധാരണ എല്ലാത്തിലും എന്തെങ്കിലും ബാഗേജ് ഉണ്ടാവുമല്ല. കഥാപാത്രത്തിന് ഇപ്പൊ മുമ്പ് കോവിഡിന് മുന്നേയുള്ള പടങ്ങളാണ് ഡാർക്ക് സോണിൽ എന്റെ കിടക്കുന്നത്. അപ്പൊ ആ പടങ്ങളിൽ എല്ലാത്തിലും അത്യാവശ്യം ഒരു ഡാർക്ക് എലമെന്റ് കയറി വരുമല്ലോ. ഒന്നുമില്ല, പിന്നെ സിനിമയില് ഡാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കഥാപാത്രം ത്രൂ ഔട്ട് അവസാനത്തേക്ക് എത്തുമ്പോ ഇപ്പൊ ഈ ഇന്നലെ ഒരു പ്രസ് മീറ്റിൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അതായത് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല, പക്ഷേ ഈ സിനിമയെ കീറി മുറിക്കുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഭയങ്കര പാട്, അല്ലെങ്കിൽ ഇവരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഇതായിട്ട് മാറുകയാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ, ഇത്രയും കീറി മുറിക്കാൻ നിൽക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ ഈ സിനിമയുടെ ഒരു വാല്യൂ ഇല്ലാതാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ ഷെയ്ൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ? ഇല്ല, നമ്മളത് ആ സമയത്ത് നമ്മൾ അത്രയും ബോധേഡല്ല. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു കഥ എടുത്തു, നമ്മൾ ക്യാരക്ടറിൻ്റെ ഒരു ആ വേൾഡിലായിരിക്കും. സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇതൊക്കെ അറിയാണ്ടായാലും ശ്രദ്ധിക്കുകയുള്ളൂ എന്നുള്ള. അത് സിനിമയുടെ പ്രോസസ്സിന് ഒരിക്കലും അത് ബാധിക്കില്ല. സിനിമ നല്ലതായിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കും എന്ന് അത് വിശ്വസിക്കുന്നുണ്ട് 100%. സിനിമ അത് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പടം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അറിയാൻ പറ്റും, ഈ ടാഗ്സിൽ കാണാൻ പറ്റും. നമുക്കിപ്പോൾ അവരുടെ റിവ്യൂസ് ഇങ്ങനെ ടാഗ് ചെയ്തിടുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് ആൾക്കാർ കാണേണ്ട, ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അത് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം റീഷെയർ ചെയ്യും. എൻ്റെ പേജിൽ എന്നെ ഫോളോ ചെയ്യണവർ കാണട്ടെ എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വർക്കിനെ പ്രശംസിക്കുന്നു, നമ്മുടെ ക്യാരക്ടറിനെ പ്രശംസിക്കുന്നു. അത് നമുക്ക് ആൾക്കാരെ നമ്മുടെ ഫോളോ ചെയ്യുന്നവരെങ്കിലും എനിക്ക് കാണിക്കാമല്ലോ. ഷെയ്നെ സംബന്ധിച്ച് ആക്ടർ റിവ്യൂസ് ബാധിക്കാറുണ്ടോ? ഇപ്പം റിവ്യൂസ് നോക്കാറുണ്ടോ, റിവ്യൂസ് ബാധിക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെന്യുവിൻ ക്രിറ്റിസിസം പറയുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് നമ്മളും ഈ പറഞ്ഞ പോലെ
ഈ ചോറിന്ന് ജീവിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം എന്താണ് ശരിക്കും ഒരു പടത്തിന് സംഭവിക്കുന്നതും ആ പടത്തിൽ എന്താണ് കുറവെന്നും ഇനി ആ പടത്തിന് ഇല്ലാത്ത കാര്യമാണോ പറയണമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതെനിക്ക് തോന്നുന്നു ശരാശരി എല്ലാവർക്കും മനസ്സിലാവും. ബേസിക്കലി ഇത് ഓഡിയൻസിന്റെ തീരുമാനമാണ്. അവർ പടം കണ്ട് വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ്. അതിലാണ് ഞാൻ എന്താ പറയാ നോക്കുന്നത്. ഓഡിയൻസ് പടം കാണുക, തീരുമാനിക്കും. കാര്യം റിവ്യൂവർ അവരുടെ അഭിപ്രായമാണ്, അതിനെ നമ്മൾ മാനിക്കണം. കാര്യം അത് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് അവരെല്ലാ റിവ്യൂവിലും പറയണം, ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അപ്പം നമ്മൾ അവർ പറയുന്നതിന് നമ്മൾ അത് ജനം കേൾക്കണം എന്നുള്ളതാണ്. അത് അവരുടെ മാത്രം ഒപ്പീനിയനാണ്, നമ്മൾ സ്വയം കണ്ടൊരു അഭിപ്രായം പറയാന്നുള്ള. ഇതിന് മുന്നേ ഒന്നും ഇല്ലല്ലോ. നമുക്കിപ്പോൾ ഈ റിവ്യൂ ഇതിലൊക്കെ വന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു സിനിമ, നമ്മളൊരു നല്ലൊരു സിനിമ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആരെങ്കിലും കണ്ടിട്ട് നമ്മുടെ സുഹൃത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പറയും ഇത് കുഴപ്പമില്ല നല്ല പടമെന്ന് കേട്ടു നമുക്ക് പോവാം കാണാം. ഇത്രയൊക്കെ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ റിവ്യൂസ് ബാധിക്കില്ല എന്നുള്ളതല്ല, ബാധിക്കും. കാര്യം അവർക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പടം എന്നുള്ള പെട്ടെന്ന് അവർക്കൊരു ഒരു ബ്രാൻഡിങ് അവിടെ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ അതിനെ നമുക്ക് മറികടന്ന് എത്താൻ പറ്റും ആ പടത്തിനകത്ത് കോണ്ടന്റ് ഉണ്ടെങ്കിൽ. അതാണ് ഇപ്പൊ ദൃഢത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്യാരക്ടേഴ്സിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് അങ്ങനെ ഹോണ്ട് ചെയ്ത് ഷെയ്ൻ്റെ മറ്റൊരു ക്യാരക്ടറാണ് ഭൂതകാലത്തിലെ ക്യാരക്ടർ വിനു. ഇത് എന്നെ ഈ സിനിമയിൽ പല പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്, ഒക്കെ പേടിപ്പെടുത്തുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞിട്ട് ലാസ്റ്റ് രേവതി മാമും ഷെയ്നും കൂടെ പുറത്തിറങ്ങി നിന്നിട്ട് ഷെയ്ൻ ചോദിക്കുന്നുണ്ടല്ലോ, അതായത് എന്താ മോനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഇത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത ആ സിനിമ പേടിപ്പിച്ചൊരു കാലം ഒറ്റ ഡയലോഗ് പേടിപ്പിക്കും. ഐസിയർ ഇറങ്ങിയ സമയത്ത് രാഹുൽ സദാശിവനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിയുടെ സിനിമകളിൽ ഫിയർ അവതരിപ്പിക്കുന്ന, പേടി അവതരിപ്പിക്കുന്ന കണ്ണുകളിലൂടെയാണ്. നമ്മൾ പല ഹൊറർ സിനിമകൾ കാണുമ്പോഴും പേടി അവതരിപ്പിക്കുന്നതിന് പല രീതികളുണ്ട്. മുഖം കൊണ്ട് പല ഗോഷ്ഠികൾ കാണിക്കുക, പല സൗണ്ടുകൾ ഉണ്ടാക്കുക. പക്ഷേ പുള്ളിയുടെ സിനിമകൾ കണ്ണുകളിലൂടെ, എനിക്ക് പേടി ആദ്യം കണ്ണിലാണ് വരുന്നത്. അപ്പോൾ ഭൂതകാലത്ത് തന്നെ ഷെയ്ൻ ഒരു വാതിൽപ്പഴുതിലൂടെ ഇങ്ങനെ നോക്കുമ്പം ഒരു അമ്മുമ്മയുടേത് കാണുമ്പോൾ ഈ പേടി ആദ്യം കണ്ണിലാണ് വരുന്നത്. ആ സീനിന് കിട്ടിയൊരു ബ്രീഫും അതെങ്ങനെയാണ്, ഈ പേടി കണ്ണിലൂടെ അതിന് കിട്ടിയൊരു ബ്രീഫും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചില പടങ്ങളുണ്ട്, അതായത് അത് സംഭവിക്കാൻ വേണ്ടി എല്ലാം ഒഴുത്തിരിഞ്ഞു വരും എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു പടം ആയിരുന്നു ഭൂതകാലം. അതായത് അങ്ങനെ ഒരു പടം, ചില പടം ഇപ്പം ഞാൻ കുമ്പളങ്ങിനെ പറ്റി അതിനെ പറയട്ടെ, നമ്മളിനിയിപ്പോൾ സെയിം ടീമും ക്രൂവും വന്നെന്ന് ഓർത്തു, എന്നാലും എനിക്ക് തോന്നുന്നില്ല ആ പടം അവിടെ ഇതേ പരിപാടി കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പടമായിരുന്നു മൊത്തത്തിൽ. അതിൽ ഒരു ബ്രീഫിനേക്കാളും ഉപരി ഒരു കോവിഡ് സമയത്തെ നമ്മളുടെ, അതായത് ടൈം നമ്മൾ ഇരിക്കുന്നു, നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്താവും അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിൽ നമ്മൾ നമ്മുടെ ഒരു ഉള്ളിൽ നിന്ന് ഒരു വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു സാധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് വന്നേക്കുന്ന ഒരു പടമാണ്. അത്രയും പ്രെപ്പ് അതിൻ്റെ പുറകെ ഉണ്ട്. നമ്മളൊരു 3-4 മാസം എല്ലാവരും ഫുൾ ക്രൂ ആണ് ഇരിക്കണത്, ഇരുന്ന് അതിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ക്യാമറമാൻ ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞ് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും, അത് നമ്മൾ ഡയലോഗായിട്ട് എഴുതും. നമ്മൾ സീൻ എനാക്ട് ചെയ്യണം പലതവണ. ഇപ്പോൾ മെട്രോ സീൻ ഉണ്ടല്ലോ, മെട്രോയിൽ ഞാൻ പെണ്ണ് മറ്റേ നായിക വന്നിട്ട് മറ്റേ നീ ആരെങ്കിലും ഹെൽപ്പ്, എന്താണ് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇൻഡയറക്റ്റ്ലി അവള് ചോദിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഈ രംഗമൊക്കെ നമ്മൾ പലതവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാര്യം മെട്രോ നമുക്ക് ലിമിറ്റഡ് ടൈമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം സാധനങ്ങളിലാണ് ആ സിനിമ. ഇപ്പം നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അതിൽ നല്ല പ്രിപ്പറേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളൊരു പുറത്തത്തെ പടങ്ങളോ നമ്മൾ പറയുമല്ലോ എന്തുകൊണ്ടാണ് അത്, ഈ പ്രിപ്പറേഷൻ ആണ്. ആ പ്രെപ്പ് ശരിക്കും ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അവിടെ വർഷത്തിൽ 2 വർഷത്തിലേക്ക് ഒരു പടം തന്നെ ഉള്ളൂ. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉള്ളെങ്കിൽ പോലും അതിന് പിന്നിൽ ഒരുപാട് ഭയങ്കര പ്രിപ്പറേഷൻസ് ടൈം കൊടുത്തിട്ട് തന്നെയാണ് ആ പടം നമ്മൾ ചെയ്തേക്കുന്നത്. ഭൂതകാലം ശരിക്കും ഇപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനിൽ അൻവർ റഷീദ് അമ്പുക്ക കയറി വന്ന് തന്നെ വലിയൊരു അസറ്റാണ്. കാര്യം അതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു എഡിറ്റിങ്ങിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയൊരു ഇൻപുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഹൊറർ സിനിമയുടെ ഫാനാണോ ഷെയ്ൻ? അല്ല, എനിക്കത് ഞാൻ പൊതുവേ കാണാറില്ല. എന്താണ് ഈ ഭൂതകാലത്തിലേക്ക് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് കണക്ട് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? അപ്പോൾ ഹൊറർ സിനിമയുടെ ഫാൻ അല്ലാത്ത ആളൊരു ഹൊറർ സിനിമ ചെയ്യുമ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, രാഹുലേട്ടൻ ഒരു വീഡിയോ ഫസ്റ്റ് ഈ നരേഷൻ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കഥ പറയണം എന്ന് പറഞ്ഞ് പിച്ച് ചെയ്യണം മദറിൻ്റെ അടുത്ത്. അപ്പം മദറിൻ്റെ ഫോണിലേക്ക് അയച്ചത് ഒരു വീഡിയോ. ആ വീഡിയോ എന്ന് പറഞ്ഞത് പ്രേതത്തിനെ കാണിക്കുന്നില്ല, പക്ഷെ നമുക്ക് അതിനകത്തൊരു പേടി തോന്നും.
ഒരു എന്തോ ഒരു നിഴല എന്തോ ഒരു സാധനം അതിപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയല്ല, ഒരു വേറൊരു നെഗറ്റീവ് വേറൊരു സാധനമാണത്. അതെനിക്കൊരു പുതിയ പരിപാടിയായിട്ട് തോന്നി. അതായത് മറ്റേ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത് മറ്റേ പ്രേതം ചാടി വരുന്ന പരിപാടി ഇതൊന്നും അല്ല. ഒരു ഭയം അവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പുതിയ പരിപാടി പുള്ളി പറയാൻ ശ്രമിക്കണേന്ന് എനിക്ക് ആ ഒരു സാധനത്തിൽ കിട്ടിയായിരുന്നു. പിന്നെ പുള്ളി വന്ന് ഭയങ്കര പുള്ളിയുടേതായ രീതിയിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു. പിന്നെ അതങ്ങനെ ചില കാര്യങ്ങളെ നടക്കണമെന്ന് ആ ഒരു നേച്ചറിന്റെ ഭയങ്കര ബ്ലെസ്സിങ് ഉള്ള ഒരു പടമാണ്. ഷെയ്ൻ ഒരിക്കൽ ഒരു പേർലിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു എനിക്കൊരു ഭയങ്കര എന്നെ ടച്ച് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത്, ഒരു സമയത്ത് ഹൈസും ലോയ്സും ഉണ്ടാകുന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഈ ഭയങ്കര ഒരു ഒറ്റയ്ക്കാകുന്ന സമയത്ത് അതിനെ ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്ത് ഷെയ്നെ തന്നെ എന്താണ് പറയുന്നത് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പലപ്പോഴും ഷെയ്ൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നെങ്ങനെയാണ് ഷെയ്ൻ ഈ പറയുന്ന പോലെ ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നു, ഒരുപാട് ഭയങ്കര വെറൈറ്റികൾ, ഈ പറഞ്ഞ പോലെ ഡാർക്ക് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഒരുപാട് കമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഉള്ള കഥാപാത്രങ്ങൾ വരുന്നു. ഷെയ്നെ ഇന്ന് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കൊരു വിഷമം വരുമ്പോൾ വിഷമിക്കുക തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളതിൽ നിന്ന് ഒളിച്ചോടരുതെന്നാണ്. അതെന്തുകൊണ്ട് നമുക്ക് ആ വിഷമം വരുന്നു എന്നും എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മളത് സ്വയം വിലയിരുത്തണം. അത് ആ പെയിൻ നമ്മൾ ഫീൽ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മളതിന് ഒളിച്ചോടരുത്. അവിടെ ഇരിക്കണം. ആ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ശരിക്കും നമ്മുടെ മനസാക്ഷി മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ട്, ഇല്ല എന്നല്ല. ബാക്കി എല്ലാവർക്കും, പക്ഷെ അവർക്ക് അവരുടേതായ പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു മോശപ്പെട്ട കാര്യമല്ല, അതൊരിക്കലും ഒരു വിഷമമുള്ള കാര്യമല്ല. അത് അൾട്ടിമേറ്റ് ഫ്രീഡമാണ്. അതാണ് അൾട്ടിമേറ്റ് ഫ്രീഡം. അതാണ് എനിക്ക് തോന്നുന്ന ഈ ബുദ്ധനോ ഇവരെല്ലാം പറയാൻ ശ്രമിക്കുന്ന വേറൊരു പരിപാടി. അതാണ് നമ്മൾ വേറെ ആരിലും ഒന്നും അന്വേഷിക്കുന്നില്ല, വേറെ ആരുടെ നിന്നും ഒന്നും വേണ്ട, എല്ലാം നിന്നിൽ നിന്നാണെന്നുള്ളൊരു സാധനം. അത് നമുക്ക്, പക്ഷെ അതിന് നമ്മൾ നമ്മുടെ കൂടെ തന്നെ ഇരിക്കണം. നമ്മൾ ഇരിക്കൂലല്ലോ, നമ്മൾ ഒളിച്ചോടും. നമ്മൾ എന്തെങ്കിലും ഡിസ്ട്രാക്ട് അല്ലെങ്കിൽ റീൽസ് കാണാം. നമ്മൾ കുറച്ചൊന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ ഓരോ കാര്യത്തിലും, നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ ഓരോ കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ട് നമ്മൾ ഡീൽ ചെയ്യാണ്ടിരുന്ന കുറച്ച് ട്രോമകളുണ്ട്. അത് നമ്മുടെ ചിലപ്പോൾ ചെറുപ്പത്തിൽ നടന്നതായിരിക്കുക. ഇതെല്ലാം എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചോദിക്കേണ്ട, കാരണം ഷെയ്ൻ്റെ കരിയറിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. മധുസി നാരായണൻ പുള്ളി എവിടെയാണ്, എന്താണ് അടുത്ത പടം, സംസാരിക്കാറുണ്ടോ പുള്ളിയായിട്ട് കോണ്ടാക്ട്? ഞാനും അതിങ്ങനെ എല്ലാവരെയും പോലെ ആലോചിക്കും. ഏതോ ഒരു സമയത്ത് നമ്മളിപ്പോൾ എന്തോ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വിളിക്കാട്ടോ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ പോയി. പക്ഷെ എന്താണ് പുള്ളി ശരിക്കും എന്താണ് പുള്ളി ഇങ്ങനെ നിൽക്കണേന്ന് ഒരു പിടുത്തമില്ല. ഞാൻ ചോദിച്ചുമില്ല. ഞാനിങ്ങനെ പറയും ഇടക്ക്, മധുചേട്ടാ എല്ലാ മലയാള പോലെ ഞാനും കാത്തിരിക്കുകയാണ്. മലയാളി എന്നല്ല, ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമ എല്ലാവരും കാത്തിരിക്കുകയാണ് കുമ്പളങ്ങി നൈറ്റ് ഡയറക്ടറിൻ്റെ പടം. അപ്പം പുള്ളി ഉണ്ട്, ഉടനെ ഉണ്ട്, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞു പുള്ളി. പക്ഷെ എന്താണെന്ന് വിട്ട് പറയുന്നില്ലല്ലേ? അല്ല, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ചില സിനിമകൾ നമ്മളിപ്പം അഭിനയിച്ചു, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നീട് ഇത് റീവാച്ച് ചെയ്യുമ്പോഴേ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുമല്ലോ ചില സിനിമകൾക്ക്. ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സ് ഇന്ന് ഷെയ്ൻ കാണുമ്പോൾ അന്ന് കണ്ടതിനേക്കാൾ എന്തെങ്കിലും മാറ്റം തോന്നാറുണ്ടോ, അല്ലെങ്കിൽ പുതിയൊരു അറിവ് അങ്ങനെ എന്തെങ്കിലും? ശരിക്കും ആ പടം ഒരു നല്ലൊരു തെറാപ്പിയാണ്. അതെ തെറാപ്പിയാണ് ആ സിനിമ. ഭയങ്കര സ്നേഹമുള്ള പടമായിട്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വില്ലൻ അല്ലെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ഒരു മൂടും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പടത്തിന് അൾട്ടിമേറ്റ്ലി നമ്മൾ കൊടുക്കുന്നത് ഒരു യൂണിയനാണ്, ഒരു ഒത്തുചേരൽ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനം. അതായത് സ്കാറ്റേഡായി കിടന്നതെല്ലാം ഇങ്ങനെ ഒന്നാവുന്നു എന്ന് പറയുന്ന ഒരു സാധനം. അതിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് നല്ല മനോഹരമായിട്ട് പോയറ്റിക്കായിട്ടാണ് കുറച്ച്. ഇപ്പോൾ ഇവൻ ഷൈജു കട സിനിമാറ്റോഗ്രാഫി എന്ന് വെച്ചാൽ സുഷിൻ്റെ മ്യൂസിക്കും കൂടെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു മാജിക്. പിന്നെ ഈ വൺ ലൈനേഴ്സ്, ചെറിയ ചെറിയ സോഫ്റ്റ് ഡയലോഗ്സ്, അവിടുത്തെ ഒരു കാറ്റ് പരിപാടി, വല, അത് എനിക്കൊരു ബ്രീസി നല്ലൊരു പടമാണ്. ഭയങ്കര കാം പടം. അത് അതുകൊണ്ടായിരിക്കും. റീവാച്ച് ചെയ്യാറുണ്ടോ കുമ്പളങ്ങി നൈറ്റ്സ്? റീവാച്ച് ചെയ്യാറുണ്ടോ?
കഴിഞ്ഞ ദിവസം എന്തോ വീട്ടിൽ ഇങ്ങനെ ഇട്ടപ്പോൾ കൂടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടായിരുന്നു. സ്വന്തം പെർഫോമൻസ് ചില ആക്ടേഴ്സ് പറയുമ്പോൾ എൻ്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് ഇച്ചിരി ഇതാണ്. ഷെയ്ൻ എങ്ങനെയാണ് സ്വന്തം പെർഫോമൻസ് കാണുന്നത്? ഇപ്പോൾ മോണിറ്ററിലല്ല, അല്ലാതെ പിന്നീട് ഇപ്പോൾ ടി വിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ OTT ഇറങ്ങുന്ന സമയത്തോ എങ്ങനെയാണ് സ്വന്തം പെർഫോമൻസിനെ? പണ്ട് ഞാൻ അത്ര കാണലുണ്ടായില്ല, പക്ഷെ ഇപ്പം എനിക്ക് കാണുന്ന കുഴപ്പമില്ല. അത് വേറൊരു കഥാപാത്രമായിട്ട് തന്നെ നമ്മൾ പണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ കോൺഷ്യസ് ആവുമായിരുന്നു. ഇപ്പം അങ്ങനെയാണ്. വിലയിരുത്താറുണ്ടോ? അല്ലെങ്കിൽ അതിൽ പോരായ്മകൾ തോന്നും, ചിലത് കാര്യങ്ങൾ പോരായ്മകൾ തോന്നും, മാറ്റണമെന്ന് തോന്നും. അത് അടുത്തൊരു സിനിമയിൽ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കണം, അതൊന്നും ശ്രദ്ധിക്കായിരുന്നു, അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു സെൽഫ് അനാലിസിസ് എപ്പോഴും ഷെയ്ൻ്റെ ഉള്ളിൽ അത് ഇപ്പം ഈ അടുത്തായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, അങ്ങനെ അധികം നമ്മൾ മുന്നേ നോക്കാൻ നമുക്കൊരു കോൺഷ്യസ് ആയിരുന്നു. ഒരു ചളിപ്പ് എന്ന് പറയുന്നത് അത് അങ്ങനത്തെ സാധനമുണ്ട്. പക്ഷെ ഇപ്പം അതില്ല, ഒരു വേറൊരു ക്യാരക്ടറായിട്ട് തന്നെ അതിനെ കാണും. മലയാളത്തിൽ ഷെയ്ൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ല ഈ പറഞ്ഞ പോലെ റൂട്ടഡ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അന്യഭാഷയിലേക്ക് പോകുമ്പോൾ, തമിഴിലേക്കും തെലുങ്കിലേക്കും പോകുമ്പോൾ ഷെയ്ൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഞാൻ സത്യമായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ 2 മണിക്കൂറിൽ 2.25 മണിക്കൂർ, ഇപ്പോൾ 2.5 മണിക്കൂർ ജനം തിയേറ്ററിൽ വന്നേക്കണേ, അത് ഏത് ഭാഷക്കാരായിക്കോട്ടെ, ലോകത്തുള്ള എല്ലാവരും ആയിക്കോട്ടെ, അവരിറങ്ങുമ്പോൾ തൃപ്തിയിൽ ഇറങ്ങുന്ന പടം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രേ ഞാൻ ചിന്തിക്കണുള്ളൂ. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ഏത് സിനിമ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എനിക്ക് ഇപ്പം ഈ പറഞ്ഞ മദ്രാസ്കാരൻ്റെ ഒരു സീൻ എടുത്ത് പറഞ്ഞ് അതിൻ്റെ ത്രെഡ് 1 ലൈൻ ഉണ്ടായി. അതൊരു രസകരമായിട്ടൊരു സാധനമായിരുന്നു. സീൻ ഓർഡർ വൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപാടി. പക്ഷെ അതെവിടെയോ അത് കറക്റ്റായിട്ട് ലാൻഡ് ആയില്ല. എക്സിക്യൂഷനിലും എഡിറ്റിങ്ങിലും എന്താണ്ടൊക്കെ സംഭവിച്ച് കഥ കമ്മ്യൂണിക്കേറ്റ് ആയില്ല, നമുക്ക് ക്യാരക്ടറിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല ഇതെന്താണ് കറക്റ്റ് ഇപ്പം എന്താ നടക്കണേന്ന് മനസ്സിലാത്തൊരു സിറ്റുവേഷൻ. അതിന് കുറേ സപ്ലോട്ട് കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കഥ പറച്ചിലൊക്കെ നമുക്ക് കണക്റ്റ് ആവാണ്ടേ. നമുക്ക് പറയാൻ പറ്റില്ല ഏത് എങ്ങനെയാണ് ഓരോ സിനിമ എന്ത് സംഭവിക്കും. ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല, ഒരിക്കലും നമുക്ക് ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞൊരു അവസ്ഥയില്ല. നമുക്ക് തോന്നുന്നു, നമുക്ക് ഒരു കുഴപ്പമില്ലാന്ന് തോന്നിയൊരു സാധനം ചെയ്യുക, നമ്മുടെ മാക്സിമം ചെയ്യുക, നമ്മൾ എന്താണ് നന്നായിട്ട് ചെയ്യുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഈ RDXൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ബോക്സ് ഓഫീസ് വൈസും ഷെയ്നെ ഭയങ്കരമായിട്ടൊരു ടോപ്പിൽ നിർത്തിയൊരു പടമുള്ള നമ്പേഴ്സ് വരുന്നു, ഈ കളക്ഷൻ വൈസ് ഭയങ്കര നമ്പേഴ്സ് വരുന്നു. മുമ്പ് ഈ പെർഫോമൻസ് എല്ലാവരും ഭയങ്കര ഗംഭീരമാണെന്ന് പറയുമ്പോഴും ഈ കളക്ഷൻ്റെ കാര്യത്തിൽ എവിടെയൊക്കെ ഒരു ചെറിയ, പക്ഷേ ഈ RDXിനും ഭയങ്കര ഒരു ബിഗ് ബാങ് എന്നൊക്കെ പറയുന്ന പോലെ കളക്ഷൻ വൈസും ഭയങ്കരമായിട്ട് വരുന്നു. ഈ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ബോദർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ കോടി ക്ലബ്ബുകൾ, മറ്റ് നമ്പേഴ്സ്, ഫസ്റ്റ് ഡേ കളക്ഷൻ ഇത്ര, അത് ഷെയ്നെ ഏതെങ്കിലും രീതിയിൽ ബോദർ ചെയ്യാറുണ്ടോ, ശ്രദ്ധിക്കാറുണ്ടോ? ബോദർ ചെയ്യാണ്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RDXന് മുന്നേ വരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അതിന് മുമ്പ് നമ്മളൊരു 100 കോടി ഉണ്ടാക്കുന്ന പുലിമുരുകനായിരുന്നു. എനിക്ക് നമുക്കപ്പോൾ ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല, സാധാരണ ജനത്തിനും അതറിയില്ല. നമ്മൾ പെട്ടെന്ന് ഇത് മറ്റേ 100 ക്ലബിലേക്ക് മറ്റേ നടന്നേ, നമ്മളങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. കാര്യം ആ ടൈമിൽ നമ്മുടെ കൂടെ ഇറങ്ങുന്ന പടങ്ങളെല്ലാം വലിയ പടങ്ങൾ, അതൊരു അത്ഭുതമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബോധർ ചെയ്യാറുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അദ്യൻ്റെ ഇതൊരു കച്ചവടം അതിനകത്തുണ്ട്. ആ കച്ചവടം വൃത്തിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ബോധർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മറ്റേ ക്ലബ്ബുകൾ സത്യമായിട്ട് നമ്മൾ നോക്കുന്നില്ല. അത് ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ അത് ലോട്ടറി അടിക്കുന്ന പരിപാടി പോലെയാണ്, നമുക്കറിയില്ല. പക്ഷെ ഡീസൻ്റ് ആയിട്ട് അതിൻ്റെ പരിപാടി പ്രൊഡ്യൂസറിന് നഷ്ടമില്ലാത്ത രീതിയിൽ പോകണം എന്നുള്ളൊരു സാധനം നമ്മളെപ്പോഴും ആഗ്രഹമുള്ളൊരു പരിപാടിയാണ്. അത് നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉള്ളതാണ്. ഇപ്പം നെക്സ്റ്റ് പ്രൊജക്റ്റുകളൊക്കെ എന്താണ് വരാനിരിക്കുന്നത്? മലയാളത്തിൽ ഉടനെ തന്നെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഒരു മുന്നേ അനൗൺസ് ചെയ്തൊരു പ്രോഗ്രാമാണ്, പക്ഷെ ഒന്നും കൂടെ റീബ്രാൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇപ്പം എന്നെ പോലത്തെ ഒരു ആക്ടറിന് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ കാണുന്ന ഒരു സീരീസിൻ്റെ ഒരു എപ്പിസോഡിൻ്റെ മൊത്തം പൈസ ആയിരിക്കും എൻ്റെ ഒരു പടത്തിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ നിങ്ങൾ ആ ലെവലിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നമ്മുടെ യൂത്തിനോടുള്ളൊരു ഇതാണ്. കാര്യം നമ്മൾ ഇപ്പോൾ ഈ സ്റ്റാറിന് ഇത്രയൊക്കെ ബഡ്ജറ്റേ പറ്റുള്ളൂ, അത് ഈ കവിഞ്ഞിട്ടുള്ള ബഡ്ജറ്റിൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ അവരാഗ്രഹിക്കണത് നെറ്റ്ഫ്ലിക്സ് ലെവൽ ക്വാളിറ്റി ആയിരിക്കാം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ അവരുടെ ഒരു എപ്പിസോഡിൻ്റെ കാശേ നമുക്ക് ഇന്നൊരു ഒരു പടത്തിൻ്റെ ബഡ്ജറ്റായിട്ട് കിട്ടുന്നുള്ളൂ. അതിൽ നമ്മുടെ ആർട്ടിസ്റ്റ് സാലറി തൊട്ട് എല്ലാം ഉള്ളിലാണ് നമ്മൾ തീർക്കേണ്ടത്. പ്രിന്റും പബ്ലിസിറ്റി അവസാനം തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷമുള്ള പ്രൊമോഷൻ പോലും ചെയ്യേണ്ടത് അതിൻ്റെ ഇതിലാണ്. അപ്പം അത് നിങ്ങൾ
ഒരു പരിഗണന ഞങ്ങളുടെ മലയാളം എനിക്ക് എന്നൊരു ആക്ടറിന് നിങ്ങൾ തരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ദൃഢം നല്ല റിവ്യൂസാണ് വരുന്നത്, പോസിറ്റീവ് റിവ്യൂസാണ് വരുന്നത്. കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ, ഈ പറഞ്ഞ പോലെ നമ്പേഴ്സിലേക്ക് അത് പ്രതിഫലിക്കട്ടെ, ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകട്ടെ. എന്തായാലും താങ്ക് യു ഷൈൻ. താങ്ക് യു.